പേരാമ്പ്രയിലെ സംഘർഷത്തിന് പിന്നാലെ ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കോൺഗ്രസ് വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിൽ ഷാഫി പറമ്പിൽ എംപിയെ ലാത്തി ഉപയോഗിച്ച് മർദ്ദിച്ചത് പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി സ്റ്റാഫ് അംഗമായ വിഷ്ണു വത്സനാണെന്നുള്ളതായിരുന്നു സൈബർ ഇടങ്ങളിലെ വ്യാപകമായ പ്രചാരണം. ഇതിനെതിരെ അദ്ദേഹം പരാതി നൽകുകയും അതിനെ തുടർന്ന് KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലിപ്പോൾ മർദ്ദിച്ചത് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ എംപി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി വ്യക്തമാക്കിയത്, ആരോപിച്ചത്. നിലവിലിപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ, അതായത് ആദ്യം പ്രചാരണം നടന്ന വിഷ്ണു വത്സൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം വലിയ രീതിയിലുള്ള പ്രചാരണമൊക്കെ വിഷ്ണുവിനെതിരെ നടന്നിരുന്നു അല്ലെ, സോഷ്യൽ മീഡിയയിലൊക്കെ? അതെ, ഞങ്ങളെ കുടുംബത്തെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ നുണപ്രചരണങ്ങളും മാധ്യമങ്ങളിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഞങ്ങൾക്കെതിരായ എല്ലാ ആരോപണങ്ങളും കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിരുന്നു. വലിയ മാനസിക പ്രയാസം ഉണ്ടായോ? വലിയ രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ ഞാനും എൻ്റെ കുടുംബവും 3-4 ദിവസം അനുഭവിച്ചു കൊണ്ടിരുന്നതാണ്. അതിനിടയിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട MP ഷാഫി പറമ്പിൽ ഇന്നലെ പത്രസമ്മേളനം നടത്തി വിഷ്ണു വത്സനല്ല ഈ സംഭവം ചെയ്തത് എന്ന രീതിയിലുള്ള സംസാരം ഉണ്ടാവുകയും മറ്റൊരാളുടെ CIയുടെ പേര് എടുത്തു പറയുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് നേരിട്ട മാനസിക സംഘർഷങ്ങളും സാമൂഹികമായ അരസ്ഥിതാവസ്ഥയും വധഭീഷണി പോലും നേരിട്ടുകൊണ്ടാണ് ഞങ്ങളിവിടെ ജീവിച്ചു പോരുന്നത്. ഇതിന് എതിരായി നിയമ നടപടികൾ വേണമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞങ്ങൾ നിരപരാധികളാണ് എന്ന് ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകർ മാധ്യമങ്ങൾക്ക് മുന്നേ പറയണമെന്നുമാണ് എൻ്റെ അഭ്യർത്ഥന. ആദ്യം ഈ ഫേസ്ബുക്കിലൂടെയൊക്കെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടൊക്കെ പ്രചാരണം നടത്തിയിരുന്നു അല്ലേ ചിലർ? എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും ഫോട്ടോ നിരന്തരം ഫേസ്ബുക്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേട്ടാൽ അർക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി എൻ്റെ കുടുംബത്തെ അറസ്റ്റ് ചെയ്യുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തുകൊണ്ടിരുന്നത്. വിഷ്ണു അമ്മയോട് സംസാരിക്കുമ്പോഴൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്, മാനസിക പ്രയാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? അതെ, എനിക്ക് നന്നായി, ഞാൻ 4 ദിവസം തീരെ ഉറങ്ങാതെ ഈ പ്രശ്നങ്ങൾ സ്വയം നേരിട്ട് കൊണ്ടിരുന്നതാണ്. വിഷ്ണു മാനസിക സംഘർഷത്തിലായിരുന്നു, പുറത്തിറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ജോലിയുടെ ഭാഗമാണ്, അതുകൊണ്ട് അവന് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, ഞങ്ങൾക്കും പുറത്തിറങ്ങി നടക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ പുറത്തിറങ്ങി നടന്നു. ഞങ്ങളൊരു എന്തോ ഒരു വല്ലാത്ത രീതിയിലാണ് ആൾക്കാർ ഞങ്ങളെ നോക്കി കണ്ടുകൊണ്ടിരുന്നത്. അവരിപ്പം നിലവിൽ പറയുന്നത് വേറൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് മർദ്ദിച്ചത് എന്നാണ് പറയുന്നത്. അപ്പം എന്താ അവരിപ്പം അങ്ങനെ മാറ്റി മാറ്റി പറയുന്നതിന് കാരണം എന്താണെന്ന് നമുക്ക് തോന്നുന്നത്? ഇത് ഞങ്ങൾ ചെയ്യാത്ത ഒരു കാര്യമാണ് ഞങ്ങളെ തലയിൽ അവർ എടുത്തു വെച്ച് തന്നത്. ഇത് പൂർണ്ണമായ രാഷ്ട്രീയ മുതലെടുപ്പാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലിപ്പോൾ എന്താ അടുത്ത നടപടി എന്നുള്ളത്? എന്താ, എന്തെങ്കിലും ഇപ്പോൾ ഓൾറെഡി കേസ് കൊടുത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും നടപടികൾ ഉണ്ടാവുമോ? വേറെ നടപടികൾ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും അബിൻ വർക്കിയും ചാനലുകളിൽ ഞങ്ങളെ കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ആ ചാനൽ ചർച്ചകളിൽ ഒരു ചർച്ച തന്നെ നടത്തിയ അതാണ് ഞങ്ങളെ പറ്റി. അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞങ്ങൾ നിരപരാധികളാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത കോൺഗ്രസ്സുകാർക്കുണ്ട്. ഏതായാലും ഇവർ നേരിട്ട വലിയ മാനസിക പ്രയാസത്തിന്റെ കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. മറ്റ് നിയമ നടപടികൾ കൂടി ആലോചിക്കുമെന്നും ഇവർ വ്യക്തമാക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന റിപ്പോർട്ടർ കോഴിക്കോട്.